രാജ്യവിരുദ്ധ കേസിൽ PFI നേതാക്കൾക്കെതിരെ കുറ്റം ചുമത്തി ഡൽഹി പട്യാല ഹൗസ് കോടതി. PFI മുൻ ചെയർമാൻ അബൂബക്കർ ഉൾപ്പെടെയുള്ള 20 നേതാക്കൾക്കെതിരെയാണ് UAPA പ്രകാരം കുറ്റം ചുമത്തിയത്. 2022 രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിലാണ് അബൂബക്കർ അടക്കമുള്ള പ്രതികൾ അറസ്റ്റിലായത്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയനുസരിച്ച് രാജ്യവിരുദ്ധ കേസിൽ PFI നേതാക്കൾക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുകയാണ് ഡൽഹി പട്യാല ഹൗസ് കോടതി. വിശദാംശങ്ങൾ. ഏതാണ്ട് 20ഓളം നേതാക്കൾക്കെതിരെയാണ് ഇന്നിപ്പോൾ ഡൽഹിയിലെ പട്യാല കോടതി കുറ്റം ചുമത്തിയിരിക്കുന്നത്. UAPA അടക്കമുള്ള വകുപ്പുകളാണ് നേരത്തെ NIA ചുമത്തിയിരിക്കുന്നത്. ഇത് ശരിവെക്കുകയായിരുന്നു കോടതി ചെയ്തത്. എന്നാൽ തങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രതികൾ കോടതിയിൽ ആവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ വിചാരണ നേരിടാൻ തയ്യാറാകണമെന്നുള്ളത് കോടതി ആവശ്യപ്പെട്ടു. ഈ മാസം 29 മുതൽ ഈ കേസിൽ വിചാരണ നടക്കും. ഈ രാജ്യത്തെമ്പാടും ഉള്ള ഈ PFI കേന്ദ്രങ്ങളിലേക്ക് 2022-ലാണ് NIA അടക്കമുള്ള കേന്ദ്ര സേനകൾ എത്തുന്നത്. 2022-ലാണ് NIA അടക്കമുള്ള കേന്ദ്ര സേനകൾ എത്തുന്നത്. വ്യാപകമായ പരിശോധനയായിരുന്നു നടന്നത്. അതായത് രാജ്യം കണ്ട റെയ്ഡുകളിൽ ഏറ്റവും വലിയ റെയ്ഡായിരുന്നു അന്ന് നടന്നിരുന്നത്. അന്ന് നിരവധി ഡിജിറ്റൽ തെളിവുകളടക്കം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തെളിവുകൾ പ്രകാരം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രീതിയിലായിരുന്നു PFIയുടെ പ്രവർത്തനം. മാത്രമല്ല, രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഭരണഘടനാപരമായി തിരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ അട്ടിമറിക്കുവാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. രാജ്യത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണിയായിരുന്നു PFI ഉയർത്തിയത് എന്നുള്ളതാണ് NIA ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, തീവ്രവാദത്തിലേക്ക് ഫണ്ടിംഗ് വ്യാപകമായി ഈ PFI നടത്തിയിരുന്നു എന്നുള്ളതും പ്രധാനമായും കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 20 നേതാക്കളെ രാജ്യവ്യാപകമായി NIA അറസ്റ്റ് ചെയ്തതും ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കി, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ കുറ്റപത്രം ഇന്നിപ്പോൾ കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും 29 മുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ ഡൽഹിയിലെ പട്യാല കോടതിയിൽ ആരംഭിക്കും. വ്യക്തമാണ്. ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.